കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ബുദ്ധിമതികൾ എന്നും പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഈ യൂട്യൂബിൽ, ചാനലിലല്ല, യൂട്യൂബിൽ. അപ്പം പല കമൻറ്റും വന്നു. ഏറ്റവും മടിയുള്ള ആൾക്കാർ, ബുദ്ധിയുള്ളവർ ആണെങ്കിലും മടിയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ചില നക്ഷത്രക്കാരുണ്ട്, ഭയങ്കര കുഴിമടിയന്മാരാണ്, അല്ല കുഴിമടിച്ചുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്കാണ് ഭയങ്കര അടുക്കി ചിട്ടയുള്ള ആൾക്കാരാണല്ലേ. രേവതി നക്ഷത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ എണ്ണിക്കാനൊരു മടി, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുന്നുണ്ടല്ലോ. പല പുണർ നക്ഷത്രം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. പിന്നെ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വിട്ടോളൂ അങ്ങ് വണ്ടി, അല്ലേ? പുണർ നക്ഷത്രം, പൂയ നക്ഷത്രം, തിരുവാതിര നക്ഷത്രം കുറച്ച് അടുക്കി ചിട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് വൃത്തിയും വീറും ഒക്കെയുള്ള പിന്നെ ഇതിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുക. അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, ഈ ഗ്ലാസ് നമുക്കെടുത്ത് മാറ്റണം, അവിടെ വൃത്തിയാക്കി ഇടണമെന്ന്. ചില രേവതി നക്ഷത്രക്കാർ, തിരുവാതിര നക്ഷത്രക്കാർ, ചതയം നക്ഷത്രക്കാർ, ചോതി നക്ഷത്രക്കാർ, തിരുവോണം നക്ഷത്രക്കാർ, അവിട്ട നക്ഷത്രക്കാർ, ഉത്തരം നക്ഷത്രക്കാർ, ഇവർക്ക് ഈ സാധനം ഭയങ്കര ആഗ്രഹമായി ഇതെടുത്ത് മാറ്റണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വെച്ച് അത് കഴുകി വൃത്തിയാക്കി അലമാരിക്കാതെ തിരിച്ച് വീണ്ടും റിട്ടേൺ വെക്കണം എന്നുള്ളൊരവസ്ഥ മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ 50 ദിവസം കഴിഞ്ഞാലും ആ ഗ്ലാസ് അവിടെ തന്നെ ഇരിക്കും. അതാണ് മടി എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ മടിയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് പഴയ കാലത്തെ അമ്മമാരൊക്കെ, പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകോട്ട് പോകേണ്ട 10-25 വർഷം മുമ്പുള്ള അമ്മമാർ, ഇപ്പോഴാണ് ഫാസ്റ്റ് ഫുഡും ഒക്കെ രാവിലെ ആയതല്ലേ. അമുക്കുരം എന്ന് പറയുന്നൊരു സാധനമാണ്. അമുക്കുരം ഏറ്റവും ശക്തിവത്തായിട്ടുള്ളൊരു സാധനമാണ്. അത് അമ്മമാരൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇടിച്ച് പൊടി പിന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കി നന്നായിട്ട് പൊടിച്ച് കുറുക്കാക്കി നമുക്ക് തന്നുകൊണ്ടിരുന്നു, അല്ലേ? അതാണിപ്പോൾ ശിലാജിത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. എന്താ പറയുക, നമുക്കിപ്പോൾ പിന്നെ തേജസ്, ഐശ്വര്യം ഒക്കെ ഉണ്ടാകാൻ അശ്വഗന്ധ ചൂർണം എന്ന് പറയുന്നത് ഇറങ്ങുന്ന സാധനം. ഈ മടിയൊക്കെ മാറിക്കിട്ടാൻ കൊച്ചിലെ നമുക്ക് തന്നുകൊണ്ടിരുന്നു. അന്ന് ഇവരിതൊന്നും പറയില്ല. ഈ അമുക്കരത്തിൻ്റെ പൊടി നമുക്ക് തന്നുകൊണ്ടിരുന്നു. അത് കുറുക്കാക്കി തരും. ജീവിതകാലം മൊത്തവും നമ്മൾ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയായിട്ട് ഒരു രോഗവും ഇല്ലാന്നിട്ട് നിൽക്കും, ബലവത്തനായിട്ട് നിൽക്കും. നമ്മൾ ഈ 6 പാക്ക് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ കുത്തിവെച്ചും മസിൽ പിടിപ്പിച്ചും ഒക്കെ നിൽക്കുന്നതാണ്. അതിൽ ആരോഗ്യമുള്ളവരുണ്ട്. ആ 6 പാക്ക് ഉള്ളതിനെ ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയാൽ മതി, ഒറ്റ ചൂണ്ടിയാൽ മതി, 10 സെക്കൻഡിനുള്ളിൽ താഴ്പോകും. മനസ്സിൻ്റെ പവറാണ് എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത്. മനസ്സാണ് എപ്പോഴും ആരോഗ്യസ്ഥിതിയിൽ. മനസ്സുണ്ടോ ഏത് രോഗത്തെയും നമുക്ക് തരണം ചെയ്യാം, ഏത് കാര്യത്തെയും നമുക്ക് തരണം ചെയ്യാം, ഏത് വെല്ലുവിളിയെ നമുക്ക് ഏറ്റെടുക്കാം. അതുപോലെ ശരീരത്തിനോട് ശക്തി വരാനാണ് ഞാനിപ്പോൾ അമുക്കുരത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരൊക്കെ ഇതിനെ അമുക്കുര ചൂർണം അല്ലെങ്കിൽ അശ്വഗന്ധ ചൂർണം വാങ്ങി ദിവസവും പാലിൽ കലക്കി കുടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മടിയുള്ള നക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക, സാരസ്വത അർച്ചനകൾ കഴിപ്പിക്കുക. മടിയുള്ള കുട്ടികളും കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ വേറെ എല്ലാവരും വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയൊന്നും വേണ്ട, എല്ലാവർക്കും കഴിക്കാവുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാകുന്ന സാധനം, അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മടി പിടിക്കാത്ത എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, അല്ലേ? എന്നാലല്ലേ എൻ്റെ പ്രോഗ്രാം കാണാൻ പറ്റുള്ളൂ. അപ്പം വളരെ പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.